ഇന്ന് ഞാൻ യാത്രയിലായിരുന്നേ. പാറുവിനെ ഒന്ന് സ്കാൻ ചെയ്യണം. പിന്നെ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണം. നേരത്തെ ECG എടുത്തതിൽ കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് പിന്നെ എൻ്റെ റേഷൻ കാർഡ് വെട്ടിപ്പോയി. 2 മക്കളും ഞാനുമായിരുന്നു കാർഡിലുള്ളത്. അപ്പോൾ ആ കാർഡ് ശാലിനി വേറെ കാർഡ് ഉണ്ടാക്കി. പാർവതിയുടെ കാർഡ് എന്ന് നോക്കുമ്പോൾ പോയിട്ടുണ്ട്, അരി കട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 മാസം മുന്നൊക്കെ ഒരു മസ്റ്ററിങ് നടന്നില്ലേ, അതിന് പക്ഷെ പോകാൻ പറ്റിയില്ല. എനിക്കെന്തോ ഒരു വയ്യാത്ത സമയത്തായിരുന്നു തോന്നുന്നു. അങ്ങനെ ഓടി നടക്കായിരുന്നു തൃശ്ശൂർ ടൗണിൽ കൂടി. ആ വെയിൽ മുഴുവൻ കൊണ്ട് ഉള്ളത് മൊത്തം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ഈ റോഡ് ടാറ്. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വെയിലും ചൂടും കാരണം എനിക്ക് അപ്പോൾ ഇന്നലെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഞാൻ കുറേ തുമ്മി. ഒരു 10-12 തവണ നിർത്താണ്ട് തുമ്മി. എനിക്ക് തുമ്മൽ വരുന്നത്, എല്ലാവരും മൂക്കിക്കട തുമ്മുമ്പോൾ എനിക്ക് മൂക്കിക്കട തുമ്മാൻ അറിയില്ല. തുമ്മൽ വരില്ല എൻ്റെ മൂക്കിൽ കൂടി. എൻ്റെ തുമ്മൽ മുഴുവൻ വായിൽ കൂടി വരണേ. അപ്പോൾ ഇങ്ങനെ തുമ്മുന്നവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ മൂക്കിൽ കൂടി തുമ്മൽ പോവാതെ വായിൽ കൂടി തുമ്മൽ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിപടലങ്ങളെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പോകില്ല. മൂക്കിൽ കൂടി തുമ്മൽ പോയാലാണ് മൂക്കിൻ്റെ ഉള്ളിലെ പൊടിപടലങ്ങളൊക്കെ തെറിച്ച് പോകുള്ളൂ. പക്ഷെ എനിക്കത് പറ്റില്ല. എങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചാലും തുമ്മൽ വായിക്കട വന്ന് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇന്നലെ കുറേ തവണ തുമ്മിയപ്പം ഞാൻ വിചാരിച്ചു എന്തോ ഉണ്ട് മൂക്കിൽ. ഞാൻ മൂക്ക് ചീറ്റി കളയുകയോ ചെയ്തു. പക്ഷെ നടന്നില്ല. അല്ല, സംഭവമൊന്നും ഓക്കെ ആയില്ല. എനിക്കിന്ന് ഭയങ്കര ഞെരിച്ച പനിയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ഗുളിക കഴിച്ചിട്ട് കയറി കിടന്നത് ഓർമ്മയുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞെട്ടി വിറച്ച് പിന്നെയും പനിക്കുക. അങ്ങനെ പനി തന്നെ പനി. പിന്നെയും മരുന്ന് കഴിച്ചു. അങ്ങനെ ചൂട് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ എൻ്റെ പനിയുടെ ഒരു അവസ്ഥ എന്ന് പറയാം. നാളെ ആണെങ്കിൽ മെഡിക്കൽ ക്യാമ്പാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ബ്ലോക്കിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 അംഗൻവാടി ടീച്ചർമാർ പങ്കെടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. നാളെ പേര് കൊടുത്തിരിക്കുന്നതിൽ ഒരാൾ ഞാനാണ്. എന്താകുമെന്ന് അറിയില്ല. പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഒരെണ്ണം അവിടെ നിന്നൊരു മാസ്കൊക്കെ മേടിച്ച് വെച്ചിട്ട് വേണം എനിക്ക് ഈ മാതാപിതാക്കളുടെ അടുത്തേക്ക്, 60 വയസ്സ് കഴിഞ്ഞ പേരൻസ്, കാരണന്മാരെ വരണത്, അവരുടെ അടുത്തേക്ക് എത്താനായിട്ട്. ഉറക്ക വർത്തമാനം പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ സ്ഥിരം വൈകുന്നേരങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്കിന്നത് ചെയ്യാതിരിക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല പനി. പിന്നെന്താ, ഞാനിപ്പോൾ ഇന്നലെ ഞാനിപ്പോൾ താമസിക്കുന്ന നാടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ, ഇന്ന് ഞാൻ എൻ്റെ പെറ്റമ്മയായ എൻ്റെ നാടിനെ കുറിച്ച്, ഇടുക്കി ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതേക്കുറിച്ച് ഒരു ചെറിയൊരു അവലോകനം അത് നടത്താമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊന്ന് തീർത്ത് പറ്റുന്നില്ല ഭയങ്കര തലവേദനയും കണ്ണിൻ്റെ ഇവിടെയൊക്കെ വേദന എടുക്കും. അത് കാരണം ഞാനിന്ന് നേരത്തെ തന്നെ ലൈവ് വീഡിയോ കട്ട് ചെയ്തിട്ട് പോവാട്ടോ. നാളെ വരെ ഇത്തിരി ആക്റ്റീവായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ എനിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടിക്കടി പടിപടിയായിട്ട് എനിക്ക് ഓരോരോ വയ്യായികൾ വരുന്നുണ്ട്. അതൊക്കെ മറന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഹാപ്പിയായിട്ട് കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തത്. എനിക്ക് അത്ര കപ്പാസിറ്റി പോരാ എനിക്കിപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇന്നിങ്ങനെ ജനിച്ച് പനിയും വന്നു. അപ്പോൾ നാളെ കാണാം കേട്ടോ.